ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിസ്കാൻ വീവ്. ഇന്ന് നമ്മൾ എത്ര മീറ്റർ തുണി എടുക്കണം ഒരു പ്ലീറ്റഡ് അനാർക്കലി ചെയ്യാൻ എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസ് നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അംബ്രല്ല ഡ്രസ്സിൻ്റെ. അത് നമ്മൾ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഒരു പ്ലീറ്റഡ് അനാർക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു യോക്ക് പോർഷനും ഉണ്ടാവും, അതേപോലെ തന്നെ താഴേക്കൊരു സ്കേർട്ട് പോർഷനും ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് റഫായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുൻപ് തന്നെ ഞാൻ യോക്ക് പോർഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് വീഡിയോ ആയിട്ടാണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ യോക്ക് പോർഷനിലേക്കും അതേപോലെ തന്നെ സ്ലീവിലേക്കും കൂടി എത്ര മീറ്റർ ക്ലോത്ത് വാങ്ങേണ്ടി വരും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ നിങ്ങൾ ഷോർട്സിലൊന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു പ്ലീറ്റഡ് അനാർക്കലിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ നമ്മളുടെ യോക്ക് പാർട്ടും അതിൻ്റെ കൂടെ നമ്മളൊരു ഷോർട്ട് സ്ലീവുമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് 1 മീറ്റർ തുണി തന്നെ ധാരാളം. ഓക്കെ, യോക്ക് പാർട്ടിൻ്റെ കൂടെ നമ്മളുടെ ഒരു ഷോർട്ട് സ്ലീവൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിത് തന്നെ ധാരാളം, 1 മീറ്റർ ക്ലോത്ത് തന്നെ ധാരാളമാണ്. അതേപോലെ തന്നെ യോക്ക് പാർട്ടിൻ്റെ കൂടെ നമുക്ക് ഒരു 1/4 കൈയൊക്കെ നമ്മൾ വെക്കുമല്ലോ, 3/4 സ്ലീവാണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ, അതേപോലെ തന്നെ ഫുൾ സ്ലീവും ആണെങ്കിൽ നമുക്കൊരു 1.5 മീറ്റർ നമുക്ക് കണക്കാക്കാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറിയ സ്ലീവ് ആണെങ്കിൽ നിങ്ങൾക്ക് മുകളിലേക്ക് 1 മീറ്റർ തുണി മതി. അതല്ല ഫുൾ സ്ലീവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ 1/4 കൈ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 മീറ്റർ തുണി വേണം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ബാക്കിയുള്ള ഫ്രോക്കിൻ്റെ താഴത്തെ ഭാഗം നോക്കാം. അതിനായിട്ട് നമ്മൾക്ക് വേണ്ടത് ഇവിടെ നമ്മുടെ വേസ്റ്റ് റൗണ്ടാണ്, അതായത് അരവണ്ണം. നമ്മളുടെ എവിടെ മുതലാണോ നമ്മൾ ആ യോക്ക് പാർട്ടിൽ നിന്ന് ബാക്കിയുള്ള ഭാഗം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്, ആ ഭാഗത്തുള്ള അളവ് നിങ്ങളൊന്ന് ചുറ്റിയെടുത്ത് നോക്കുക. അതിൻ്റെ 3 മടങ്ങ് തുണി, അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഏകദേശം തുണി വേണ്ടത്. അതായത് ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ വേസ്റ്റ് റൗണ്ട് ഞാൻ 30 ഇഞ്ചായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 30 × 3 + 2 ഇഞ്ച് 92 ഇഞ്ചാണ് കിട്ടുന്നത്. ആ ഇഞ്ചിന് നമുക്കിതാ ഇതുപോലെ കാൽക്കുലേറ്ററിൽ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 2.33 മീറ്റേഴ്സ് ഓഫ് ഫാബ്രിക്കാണ് നമുക്ക് താഴത്തെ ഭാഗത്തിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് മെയിൻ ഫാബ്രിക്കിൻ്റെ കാര്യമാണ് പറയുന്നത്, അതായത് നല്ല തുണിയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ കാര്യം അടുത്തത് പറയാം കേട്ടോ. അപ്പോൾ മെയിൻ ഫാബ്രിക്കിൽ നമ്മൾ മുകളിൽ യോക്ക് പാർട്ടിന് ഞാനിപ്പോൾ ചെറിയ സ്ലീവാണ് വെക്കുന്നതെങ്കിൽ 1 മീറ്റർ തുണിയും താഴത്തെ ഭാഗത്ത് നമുക്ക് കിട്ടി 2.33 മീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ടോട്ടൽ 3.33 മീറ്റർ തുണിയാണ് നമുക്കിതിന് ആവശ്യം. അതായത് ഏകദേശം നിങ്ങളൊരു 3.5 മീറ്റർ തുണി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അളവിലുള്ള പ്ലീറ്റഡ് അനാർക്കലി ചെയ്യാൻ മതിയാകും. ഇനി നമുക്ക് ലൈനിങ് ഫാബ്രിക്കിൻ്റെ കാര്യം നോക്കാം. ലൈനിങ് നമ്മൾ സാധാരണ എല്ലാവരും സ്ലീവിന് വേണ്ടാന്ന് പറയും. അപ്പോൾ സ്ലീവിന് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ യോക്ക് പാർട്ടിന് നിങ്ങൾക്ക് ഏകദേശം 3/4 മീറ്റർ തുണി മതിയാകും. അല്ല സ്ലീവ് കൂടി നമുക്ക് ലൈനിങ് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മീറ്റർ എടുക്കാം. അതിനവിടെ വ്യത്യാസങ്ങളൊന്നും അധികം വരാറില്ല. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ കാര്യമാണ്. നമുക്കിവിടെ വേസ്റ്റ് റൗണ്ട് × 2 2.5 ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലെയറിൽ തന്നെ കിട്ടും. അപ്പോൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 2 മടങ്ങ് ചെയ്യുക, അതിൻ്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് ചേർക്കുമ്പോൾ നമുക്കിവിടെ 62 ഇഞ്ചാണ് കിട്ടുക. ഈ 62 ഇഞ്ചിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 1.5 മീറ്ററാണ് കിട്ടുക. അപ്പോൾ ഈ 1.5 മീറ്ററും മുകളിലെ ആവശ്യത്തിനുള്ള 1 മീറ്ററും കൂടി ചേർത്തിട്ട് നമുക്ക് 2.5 മീറ്ററാണ് ലൈനിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. അതല്ല നിങ്ങൾക്ക് ലൈനിങ്ങും സ്കേർട്ട് പാർട്ടിനെ പോലെ 3 മടങ്ങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതല്ല ഇനി സ്കേർട്ട് പാർട്ടിൽ ഞാനിവിടെ 3 മടങ്ങ് എന്ന് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം ഫ്ലെയർ ഉള്ള ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ 4 മടങ്ങാക്കാം. 30 × 4 നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ലൈനിങ്ങിൽ ചില ആളുകൾക്ക് പ്ലീറ്റ്സ് ഇടുന്നത് ഇഷ്ടമായിരിക്കില്ല. അതായത് വയറൊക്കെ കൂടുതൽ പൊങ്ങി നിൽക്കുന്നു തോന്നുന്നവർക്ക് നമുക്ക് ഇത്ര തുണി എടുത്തിട്ട് മുകളിൽ നമുക്ക് വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ സീം അലവൻസ് മാത്രം ചേർത്തിട്ട് ബാക്കി താഴേക്കുള്ള ഫ്ലെയറിൽ മാത്രം നമുക്ക് ലൈൻ പോലെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓരോരോ വീഡിയോയിൽ നമ്മൾ ഫാബ്രിക്കിൽ തന്നെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ഏകദേശം ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്.
ഇനി ചില ആളുകൾക്ക് ലൈനിങ്ങിൽ താഴെ പ്ലീറ്റ്സ് വെക്കുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് എ ലൈൻ മോഡലിൽ കട്ട് ചെയ്യാം. അപ്പം മുകളിൽ മാത്രമേ വ്യത്യാസം വരുത്തേണ്ടുള്ളൂ കേട്ടോ. അതെല്ലാം നമുക്ക് ഫാബ്രിക്കിൽ കട്ട് ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇനി നിങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല, മീൻസ് കാൽക്കുലേഷനൊന്നും ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറയാം. സാധാരണ ഒരു പ്ലീറ്റഡ് അനാർക്കലിക്ക് സാധാരണ ഒരു സൈസുള്ള ഒരാളാണെങ്കിൽ 3.5 മീറ്റർ തുണി മതി. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ഫ്ലെയറൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മീറ്റർ വരെ എടുക്കാം. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു മാക്സിമം കണക്കെന്ന് പറയുന്നത്. പിന്നെ ക്യാനൊക്കെ വെച്ചിട്ട് നല്ല പൊക്കി ഫ്ലെയറിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 5.5 മീറ്റർ വരെ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യുക. താങ്ക്